ഇതാണ് നമ്മൾ കണ്ടു കാണും. കറങ്ങും. അപ്പോൾ നമ്മൾ നെല്ലിങ്ങനെ വെച്ച് കൊടുത്താൽ ഇത് കൊള്ളാം. ഇത് ഫാനിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമല്ല. ഇനിയിപ്പോൾ ഇത് മണ്ണ് ഇതുകൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സൗകര്യം നെല്ല് മരിക്കാൻ വേണ്ടി അതിനുള്ള സൗകര്യങ്ങൾ അതിന് മണ്ണ് കഴിഞ്ഞപ്പോൾ അതാണ് എനിക്കും വേണ്ടിയത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലിപ്പം പിന്നെ നമ്മൾ ഷോക്ക് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കിടങ്ങ് വെച്ചതുകൊണ്ടോ മൃഗം നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല. ഒന്ന് നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ മൃഗത്തിൻ്റെ ശല്യം വല്ലാതെ കൂടാൻ കാരണം നമ്മളാണ് ഇതിൻ്റെ ഉത്തരവാദി. നമ്മൾ അവരുടെ ആവാസ വ്യവസ്ഥ നമ്മൾ കൈകയറുന്നുണ്ട്. കൈകയറുന്നത് മാത്രമല്ല അവർക്ക് കഴിക്കേണ്ട വസ്തുക്കൾ വനത്തിലില്ല. കാരണം നിങ്ങളറിയില്ല, എനിക്കറിയാം. കാരണം ഏകദേശം വനത്തിൽ ഏതാണ്ട് 10-45 തരം പഴങ്ങളുണ്ട്. ഈ പഴങ്ങൾ മുഴുവനും മൃഗങ്ങൾ കഴിക്കുന്ന പഴങ്ങളുമാണ്. മനുഷ്യരും കഴിക്കും ഈ പഴങ്ങളൊക്കെ. അതിപ്പം ഇല്ല. ഒന്ന് മാത്രമല്ല ഇവർക്ക് കാടുകളിൽ ഒളിസാങ്കേതങ്ങളില്ല. ഒളിഞ്ഞിരിക്കേണ്ട സൗകര്യങ്ങളില്ല. കാരണം എല്ലാം ഈ വനവൽക്കരണം കാരണം ഇതെല്ലാം തേക്കുകളും അടിക്കാടുകളില്ല. തുറസായിട്ട് കിടക്കുക ഒരു ഭാഗത്ത്. മറ്റൊന്ന് നമ്മുടെ മനുഷ്യർ കാട്ടിൽ കൂടി പോകാൻ പാടില്ല. ആരും പ്രാണി പോലും പോകാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ, നമ്മുടെ സ്മെല്ല് അവർക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അങ്ങനെ സ്മെല്ലടിക്കുമ്പോൾ അവരവിടെ നിൽക്കില്ല. അവർ പോയി കളി, എവിടെയെങ്കിലും പോയി കളി. അതിനായിട്ട് പാലായനം ചെയ്യും. അവിടെ മനുഷ്യരൊന്നും ഉപദ്രവിക്കാത്ത സ്ഥലത്തായിരിക്കും പോവുക. അങ്ങനെയും ഒരു ദോഷമുണ്ട്. അത് വലിയ ദോഷമാണ്. അത് നമ്മൾ വനം വകുപ്പും എനിക്ക് തോന്നുന്നത് നമ്മുടെ സർക്കാരും തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയാത്തതിൻ്റെ കാരണം വനത്തിലുള്ള ജീവികളെ പറ്റി പഠിച്ചിട്ടില്ല. വനത്തിലുള്ള ജീവികളെ പറ്റി പഠിച്ചാലേ നടക്കുള്ളൂ. കാരണം എന്താ എത്ര വ്യക്തമായിട്ട് പറയാൻ കാരണം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പിന്നെ ഈ കടുവ മറ്റുള്ള എല്ലാ മൃഗങ്ങൾക്കും സ്മെല്ല് കിട്ടും. ഈ കടുവയ്ക്ക് സ്മെല്ല് കിട്ടില്ല. നമ്മുടെ അത് അടുത്ത് പോയാൽ സ്മെല്ല് കിട്ടില്ല. ബാക്കി എല്ലാ മൃഗങ്ങൾക്കും പിന്നെ സ്മെല്ല് കിട്ടും. അപ്പം ഞങ്ങളൊക്കെ വേട്ടയാടാൻ പോകുമ്പോൾ സാധാരണ ഞങ്ങൾ പോകാറുള്ളതും ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കാറ്റെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പോവുക. കാറ്റിനെതിരെ അതെ. ഇവിടെ നിന്ന് ഇപ്പം കാറ്റ് അങ്ങനെ വിട്ട് വരുമ്പോൾ നമ്മൾ അതിൽ അങ്ങോട്ട് പോയിക്കോട്ടെ. അങ്ങോട്ട് പോയാൽ നമുക്ക് പറ്റും. കാരണം ഇപ്പം മൃഗം ഇവിടെ ഒരു മൃഗം ഉണ്ടെന്നിരിക്കട്ടെ, കാറ്റ് അവിടെ നിന്ന് ഇരിക്കട്ടെ, നമ്മൾ ഇതിലൂടെ പോയാലും പുള്ളിൻ്റെ അടുത്ത് പോയാലും അറിയില്ല. കാറ്റ് അങ്ങോട്ടല്ലേ. അപ്പം നമ്മൾ സ്മെല്ല് അവർ കിട്ടൂല. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വേട്ടയാടി മൃഗങ്ങളെ ചെന്ന് അടുത്ത് ചെന്നിട്ട് അമ്പൊക്കെ വിടുന്നതും തോക്ക് കൊടുക്കുന്നതും പണ്ട് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു. പിന്നെ കാട്ടിൽ തന്നെ ഇപ്പം ഈ മുള്ളൻപന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സാധനമാണ്. തെങ്ങിൻ്റെ ചൂടൊന്നും ബാക്കി വെക്കില്ല. പിന്നെ അതിൻ്റെ വേരുകളൊക്കെ കടിച്ച് പറിച്ച് തിന്നും. കാരണം അതിന് എങ്ങനെയും പിടിക്കാൻ നോക്കുക. പിടിച്ചിട്ട് ഇവനെ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുക. നിക്ഷേപിക്കുമ്പോൾ ഇതുപോലുള്ള മരങ്ങളുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ടും കാര്യമില്ല. അതുപോലെ ഉണ്ടെങ്കിൽ ഇതുപോലെ പിന്നെ മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് എന്താക്കണം, ചുറ്റും നല്ല നെറ്റ് വേലി ഇട്ടിട്ട് ആ നെറ്റ് വേലിൻ്റെ മേലിൽ ഷോക്കും കൊടുത്തേക്കണം. അവൻ ഒരു പ്രാവശ്യം പോയി ഷോക്ക് തട്ടിക്കഴിഞ്ഞ് പിന്നെ അവൻ അങ്ങോട്ട് പോകില്ല. പേടിയാണ്. രണ്ടാമത് ഇവർക്ക് മഴക്കാലങ്ങളിൽ ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് അതിന് ബീമുകൾ വാർത്തിട്ട് നടത്താൻ മതി. ഒരു 2-3 നാൾ പൊക്കത്തിൽ ബീമുകൾ ഇങ്ങനെ വിലങ്ങിട്ട് കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ മുകളിൽ ചാടിക്കയറുന്ന അവിടെ ഇരുന്നോളൂ. മഴക്കാലങ്ങളിലൊക്കെ രാത്രിയൊക്കെ ഉറക്കി. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങൾ, പിന്നെ കുടിക്കാനുള്ള വെള്ളങ്ങൾ ഒക്കെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വേണം. പിന്നെ ഞാൻ DF വന്നിട്ടുണ്ട്. നമ്മൾ ഫോറസ്റ്റിൽ കുളം കുഴിക്കാൻ പറ്റില്ല. കുളം കുഴിക്കാൻ ശരിയല്ല. കുളമല്ല വേണ്ടത്. അതായത് തടയണ കെട്ടണം. എങ്ങനെ തടയണമെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളിപ്പം ഇതൊരു മല, ഇതൊരു മൂലയാണ്, അല്ലെങ്കിൽ പിന്നെ ചതുപ്പ നീളമായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ക്ലോസിൽ മണ്ണ് കൊണ്ട് മാത്രം മണ്ണിട്ട് ഫില്ല് ചെയ്ത് ബണ്ടാക്കുക. അതവിടെ പിന്നെ മണ്ണുകൊണ്ട് ബണ്ടാക്കുമ്പോൾ വേറൊരു ഗുണങ്ങളുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ആവാസ വ്യവസ്ഥ പോലെ തന്നെയായി.
ഒരു കുളം പോലെ ആവുകയും ചെയ്യും. അങ്ങനെ കുളം വരുമ്പോൾ നമുക്കതാക്കാം മൃഗങ്ങൾക്കൊക്കെ ഒരു ആനകൾക്കൊക്കെ വന്ന് വെള്ളത്തിൽ കളിക്കാനും പന്നികൾക്കും പിന്നെ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനും പക്ഷികൾക്കും ഒക്കെ വെള്ളം കുടിക്കാനുള്ള സൗകര്യമാവും. അവിടെ കുഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം നമുക്ക് ഉദ്ദേശിച്ച കിട്ടില്ല. മറ്റേ നമ്മളിങ്ങനെ വണ്ട് കെട്ടിക്കഴിഞ്ഞാൽ മഴവെള്ളം സ്റ്റോർ ചെയ്യുക. മഴവെള്ളം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഗുണം കൂടിയുണ്ട്. അതിൻ്റെ താഴെ ഭാഗങ്ങൾ ചതുപ്പ് നിലങ്ങളായി മാറും. ചതുപ്പ് നിലങ്ങളായി മാറിക്കഴിഞ്ഞാൽ ഈ പന്നി അവിടെ നിന്ന് മാറൂല. ചതുപ്പ് നിലങ്ങളാണ് ഇവൻ ഏറ്റവും വേണ്ടത്. അവിടെ കിടന്നോളൂ. ഒന്ന്. രണ്ടാമത് അദ്ദേഹത്തിനും കൂടി അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഒന്ന്. രണ്ടാമത് ആ ചതുപ്പ് നിലകൾ നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചാൽ ഉൾനാടുകളിൽ നിന്ന് മണ്ണിര കൊണ്ടേ കിടക്കണം, നിക്ഷേപിക്കണം. അതങ്ങാടെ പെറ്റി പെരുകി കഴിഞ്ഞാൽ പിന്നെ ഇവനെ ഇതാ കുത്ത, ഇത് കുത്തിക്കോളൂ, അവിടെ കിടന്നോളൂ അല്ലേ, അവിടെ കിടക്കും. അപ്പം അങ്ങനെയുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നീങ്ങി നമ്മൾ മൃഗങ്ങളെ എങ്ങനെ നിലനിർത്താൻ നോക്കുക എന്നല്ലാതെ കിടങ്ങ് കുഴിച്ച് വേലിയിട്ട് കറണ്ട് ഷോക്ക് വേലിയിട്ടുണ്ടെന്നും കാര്യമില്ല. അത് ദോഷമാണ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അവനെ വിശന്നിട്ടാണല്ലോ നടക്കുന്നത് അല്ലേ. ആ വിശക്കുമ്പോൾ നമ്മൾ അതിന് ഭക്ഷണം കൊടുക്കാന്നല്ലാണ്ട് പിന്നെ അതിന് പിന്നെ ഇതുപോലുള്ള ഈ ഞാൻ ചോദിക്കട്ടെ, ഈ കാട്ടിൽ കൂടി നമ്മൾ വേട്ടയാടാൻ പറ്റില്ല എന്ന് പറയുന്നതിനേക്കാളും ദ്രോഹമാണിത്. ഏത് ഈ ഷോക്ക് കൊടുക്കുക, വേലി കെട്ടുക, പച്ചവെള്ളം പോലും കൊടുക്കാതെ നമ്മൾ അവിടെ കിടന്ന് നരയിപ്പിക്കുകയാണ് ആര് നമ്മൾ. അപ്പോൾ അതൊരു കണക്കിൽ നമ്മൾ പാവമല്ലേ, വലിയൊരു സംഘടനം കൂടിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഞാൻ മൃഗത്തിനെ സംരക്ഷിക്കാൻ അങ്ങനെ സംരക്ഷിക്കാം അല്ല. ഞങ്ങളൊക്കെ വേട്ടയാടുന്ന ആളുകളാണ്. മാനും പന്നിനെയും കാട്ടാടനൊക്കെ വേട്ടയാടും. ഞങ്ങളിപ്പം വേട്ടയാടലില്ല. പിന്നെ വേട്ടയാടും വേറൊരു ഗുണം കൂടിയുണ്ട്. ഈ മലയിൽ ചിലപ്പം കുറേ പന്നികളോ മാനുകളോ കാട്ടാളുകളോ കാട്ടുപോത്തുകളോ ഈ മലയുണ്ട്. ഞങ്ങൾ ഇവിടെ വേട്ടയാടുമ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ അകത്ത് അവരെത്തിപ്പോയി. പിന്നെ അവർ തിരിച്ചുകൂടി വരുമ്പോൾ ചിലപ്പോൾ നേരം വെളുത്ത് കാണും. അപ്പോഴും ഇവർക്ക് പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങാൻ കഴിയാണ്ടും വരും. അപ്പം അങ്ങനെ ഒരു പരിധി വരെ അതും ഒരു ഗുണം ചെയ്യും. പക്ഷേ അതിന് സമ്മതിക്കില്ല ആരും വേട്ടയാടാൻ.